ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തേക്ക്. അപ്പോൾ ഉമ്മക്ക് മുഹറായതുകൊണ്ട് ഉമ്മ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് ഇറക്കുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം ചിക്കൻ 2 പാത്രത്തിലാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറി വെക്കാനും കുറച്ചെടുത്ത് പൊരിക്കാനുമാണ്. അപ്പോൾ ആദ്യം കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ കറി ഒരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കുമ്പോൾ കുറച്ച് ഉള്ളി എടുക്കുന്നതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് വാടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതിൽ പച്ചമുളകും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഉള്ളിയുടെ കൂടെ പച്ചമുളക് കീറിയിടാഞ്ഞത്. അത്യാവശ്യം എരിവ് ഇതിലുണ്ടാവും, കുരുമുളക് ഉള്ളതല്ലേ. പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. ഇത് നോർമലായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റേതായ സ്റ്റൈലിലാണ്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി വരും. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് മസാല ആക്കി എടുക്കുന്നുണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ അതിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ കോൺഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് 1 സ്പൂണ് മൈദാപ്പൊടിയാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പൊടികളൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ടൊന്ന് നനച്ചതിന് ശേഷമാണ് ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ കഴുകിയെടുത്ത പാടെ മസാല ആക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. ഞാൻ കുറച്ച് മുന്നേ ചിക്കൻ കഴുകി വെച്ചുകൊണ്ടാണ് ഡ്രൈ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മസാല ആക്കിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നെയ്ച്ചോറും പൊറാട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആക്കിയതാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ അതിലേക്കുള്ള മസാലക്ക് വേണ്ടിയിട്ടുള്ളതും പിന്നെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് വെള്ളം, 1 കപ്പിന് 2 കപ്പ് എന്ന അളവിലാട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ നാരങ്ങനീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് അതവിടെ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ കറി തുറന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കിഴങ്ങ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷേ ചിലവരിങ്ങനെ കിഴങ്ങിട്ടിട്ട് ഉണ്ടാക്കും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ആ ചിക്കനത്തെ ഗ്രേവിയും കാര്യങ്ങളും ഒന്നിങ്ങനെ കുറുകി വരുമ്പോൾ നല്ലൊരു കറിയായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രൈ ആക്കാനുള്ള എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഓരോ പീസും ഫ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റൊക്കെ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അത്രയും സമയമായതുകൊണ്ട് കുറവാണ്. കാരണം ചിക്കൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ ചിക്കനൊക്കെ വെന്തപ്പോൾ അതൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും അതേപോലെ ഗരം മസാലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു സ്മെല്ല് അതിലേക്ക് നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടില്ല, അത് ലാസ്റ്റിലേക്ക് ആക്കിയത് അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഞാൻ പൊറോട്ടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ നമ്മുടെ ടേബിളിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിഭവങ്ങൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ചിക്കൻ ഫ്രൈ ആക്കിയതുണ്ട്, പൊറോട്ട ഉണ്ട്, അതിലേക്കുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ എത്ര കറി ഉണ്ടെങ്കിൽ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നെയ്ച്ചോറ്, പിന്നെ അതിലേക്ക് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.